നമ്മൾ കടന്നു പോകുന്ന ഈ വഴിയെന്ന് പറയുന്നത് ശരിക്കും ഇതെല്ലാം ആനത്താരകളാണ്. ആനയുടെ സഞ്ചാര പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വഴി നിറയെ ആനപ്പിണ്ടങ്ങളാണ്. ഇത് കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? അതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 7 മണിയായി. നമ്മൾ വന്ന സമയത്ത് വീഡിയോയോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നല്ല മഴയായിരുന്നു. ഞങ്ങളിവിടെ എത്തുന്നതിനും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുമ്പ് അതിശക്തമായിട്ടൊരു മഴ പെയ്തു. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും കാശും മറ്റ് സംഭവങ്ങളും ഒക്കെ ബാഗിനകത്തുള്ള കവറിനകത്താക്കി നമ്മളിങ്ങോട്ട് ഓടി രക്ഷപ്പെട്ട് വരികയായിരുന്നു. ഭാഗ്യത്തിന് നമ്മുടെ തുണികളോ മറ്റ് സംഭവങ്ങളോ ഒന്നും നനഞ്ഞില്ല. ബാഗ് മാത്രമേ നനഞ്ഞുള്ളൂ. ബാഗിനകത്തൊരു കവറിലായിരുന്നു എല്ലാം സൂക്ഷിച്ചിരുന്നത്. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഈ നനഞ്ഞ ഡ്രസ്സെല്ലാം ഒരു അശയിൽ ഉണക്കാനിട്ടു. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇങ്ങോട്ട് വന്നു. നല്ല വിശപ്പായിരുന്നു. ഇനി വല്ലതും കഴിക്കണം. അങ്ങനെ ക്യാൻറ്റീനിനകത്തേക്ക് കയറി. അവിടെ അത്യാവശ്യത്തിന് തിരക്കുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ വൈകുന്നേരം കഞ്ഞി ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ കഞ്ഞി കുടിക്കണം. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞിരുന്നിട്ട് നമ്മൾ കിടക്കാനായി പോയി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. മാത്രമല്ല 9 മണിയാകുമ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യും. ഇവിടെ മുഴുവൻ സോളാർ സിസ്റ്റത്തിൻ്റെ ലൈറ്റാണ് കിട്ടുന്നത്. ഇവിടെ മൊത്തത്തിൽ 3 ഡോമെട്രികളുണ്ട്. 2 എണ്ണം ജെൻസിനും 1 എണ്ണം ലേഡീസിനുമാണ്. പിന്നെ ഇവിടുത്തെ തണുപ്പ് അതികഠിനമാണ്. നമ്മൾക്ക് കിടക്കാനുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒരാൾക്ക് ഒരു ബെഡ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തൊട്ടടുത്ത് 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. നല്ല പാവം പയ്യന്മാരായിരുന്നു. വട്ടപ്പാറ താമസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കിടക്കാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. നമ്മുടെ ഈ ബേസ് ക്യാമ്പിലെ ഇവിടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പിലെ പ്രഭാതമാണത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6:30 മണി സമയം കഴിഞ്ഞ് കാണും. ഇവിടെ ഇങ്ങനെ ഈ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സമയമാണ്. എൻ്റെ പിറകിൽ കാണുന്നത് ഞാൻ ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഇന്നലത്തെ പെയ്ത മഴയിൽ മൊത്തത്തിൽ നനഞ്ഞായിരുന്നു. അപ്പോൾ ഈ നനഞ്ഞ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഉണക്കായിട്ടൊക്കെയാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഈ പിറകിൽ അവിടെ ഒരു വലിയ മലയുണ്ട്. ആ മല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, വിഷ്വലിൽ കാണാം. അപ്പോൾ ഈ മലയിൽ നിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങി വരിക. ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ ഷെഡ്. ഏകദേശം ഇതിൻ്റെ പകുതിയോളം ലേഡീസിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിറകിലും ഒരു ഷെഡുണ്ട്. അത് ജെൻസിന് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന നീല ഷെഡ് ഇവിടുത്തെ വാർഡന്മാർക്കുള്ളതാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകൾ താമസിക്കുന്നത് അവിടെയാണ്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ക്യാൻറ്റീൻ. ആ വെള്ള പെയിൻ്റ് അടിച്ചതാണ് ക്യാൻറ്റീൻ. ഇതിവിടെ മുൻവശത്ത് ഇതിൻ്റെ കയറി വരുന്ന ആ ഭാഗത്ത് തന്നെ ബെഞ്ചുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിരിക്കാനായിട്ടുള്ളൊരു ബെഞ്ചും മറ്റു കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ടാപ്പുകൾ ആരോ തുറന്നിട്ടിരിക്കുന്നത് പോലെയാണ് കിടക്കുന്നത്. ഇത് നമുക്ക് അടയ്ക്കാനോ തുറക്കാനോ പറ്റില്ല. അതാണ് ഇവിടുത്തെ ടാപ്പുകളുടെ പ്രത്യേകത. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ വരുന്ന വെള്ളം, ഈ പൈപ്പിൽ കൂടി വരുന്ന വെള്ളം എന്ന് പറയുന്ന അരുവികളിൽ നിന്ന് പൈപ്പ് വഴി നേരിട്ട് എത്തിക്കുന്ന വെള്ളമാണ്. ശരിക്കും ഇതിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് നമ്മളിവിടെ എല്ലാ ആവശ്യത്തിനും എടുക്കുന്നത്. എന്ന് വെച്ചാൽ കുടിക്കാൻ ഉൾപ്പെടെ എടുക്കുന്നത്. കാരണം ഇവിടെ എല്ലായിടത്തും വരുന്ന വെള്ളം സെയിം വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ കുടിക്കാനും കൈ കഴുകാനും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഒരു നോൺ സ്റ്റോപ്പ് പോലെ ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വലത് ഭാഗത്തായിട്ട് കയറി വരുന്ന പോർഷനിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ വെറും കഞ്ഞിയും പയറും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 175 രൂപ കൊടുക്കണം. പുട്ടും കടലയും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 150 രൂപ കൊടുക്കണം. ഉപ്പുമാവ് കിട്ടണമെന്നുണ്ടെങ്കിൽ 120 രൂപ കൊടുക്കണം. ഞാൻ രാവിലെ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടന്നതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരല്പം താമസിച്ചിരുന്നു. അങ്ങനെ ക്യാൻറ്റീനകത്ത് എത്തിയപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള 2 ഗേൾസ് എനിക്കുള്ള ഭക്ഷണം കൂടി ഏകദേശം തീർത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ തന്നെ തൊട്ടടുത്ത് ഇന്നലെ രാത്രി എൻ്റെ കൂടെ
നമ്മുടെ ബെഡിനടുത്തുണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ആഹാരം കഴിക്കാനേ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് കുശലമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനിയും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് രാവിലത്തെ ആഹാരം പട്ടിണിയായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ യാത്ര തുടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ കാണുന്ന ഗേറ്റ് കടന്ന് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ. ഞാൻ എൻ്റെ കൂടെയുള്ള ഗേൾസിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഗേൾസ് എത്തി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ അതിരുമല ക്യാമ്പ് കഴിഞ്ഞ് അഗസ്ത്യാർകൂടം പർവ്വതനിരകളിലേക്കുള്ള യാത്ര തുടങ്ങുകയായി. യാത്ര തുടങ്ങിയ ഉടനെ തന്നെ ഒരു 4 സംഘം കുറച്ച് ഫോട്ടോ എടുത്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ സമീപിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഗേൾസ് അവർക്ക് 1-2 സ്റ്റിൽസ് എടുത്തു കൊടുത്തു. അവർ 4 പേരും ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ഏകദേശം പുലിയുടെ രൂപത്തിലുള്ള ഒരേ കളറ്. ഇവരെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. ഒരേ നിറത്തിലുള്ള യൂണിഫോമൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആ പ്രായത്തിൻ്റെ ആ ഒരു കുസൃതിയും രസമൊന്നും ഇനിയും മാഞ്ഞു പോയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ എൻ്റെ കൂടെ ആ റൂം ഷെയർ ചെയ്തെന്ന് എൻ്റെ അടുത്ത് കിടന്ന ഒരു പയ്യൻ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ചെത്ത് ലുക്കിലാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ മലകൾ കയറാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോവുകയും ഈ റോഡ് അഗസ്ത്യാർകൂടത്തിലേക്ക് തിരിയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ കോർണറിലായിട്ട് ഒരു നിലവിളക്കും കുറച്ച് ചന്ദനവും ഭസ്മവും പിന്നെ ഒരു ചെറിയൊരു ഗണപതിയുടെ പ്രതിമയും എല്ലാം അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് കത്തിച്ച് മുന്നോട്ട് പോകാം. ഒന്നുമില്ലെങ്കിലും ആയിരിക്കുന്ന ഭസ്മമോ ചന്ദനമോ എടുത്ത് നെറ്റിയിൽ തൊട്ടുകൊണ്ട് മുന്നോട്ട് യാത്ര തുടങ്ങാവുന്നതാണ്. ഞങ്ങൾക്ക് പിറകെ വന്ന 1-2 പേര് അതിൽ നിന്ന് കുറച്ച് ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊടുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അരുവികളും ഇതുപോലുള്ള കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ എന്തു പറ്റി? കുളയിട്ട ഉണ്ടോ? ഇവിടെ ഞാൻ വെറും സിൽപ്പർ ചെരുപ്പിട്ടുകൊണ്ടാണ് കയറുന്നത്. ഇനി കുളയിട്ട് എന്നെ ഏത് വിധത്തിൽ ആക്രമിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോന്നാണ് അടിക്കണത്? എന്തോന്നാണ് ആ സാധനം? സാനിറ്റൈസർ അടിച്ചാൽ കുളയിട്ട് പോകും. നമ്മുടെ കാലിൽ അടിച്ചിരുന്നാൽ കയറൂല. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ് കേട്ടോ. നമ്മൾ ഈ സാനിറ്റൈസർ പോലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള ട്രക്കിംഗ് യാത്രകൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുളയട്ടയെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. സുഹൃത്തുക്കളെ, നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രക്കിങ്ങിനിടയിൽ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. എന്ന് വെച്ചാൽ കുറേ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു മരം മുകളിലേക്ക് വളർന്നു പോകുന്നതല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുക? ശരിക്കും അങ്ങനെയല്ലേ? ഇത് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു മരത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇത് ശരിക്കും ഇതൊരു വലിയൊരു മരമാണ്. കണ്ടില്ലേ? ഈ മരത്തിൻ്റെ അകത്ത് ഒരു പോട് പോലൊരു സംഭവമുണ്ട്. പക്ഷേ ഈ പോടിനകത്ത് ഇവർ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കല്ലുകൾക്കിടയിൽ നിന്ന് വീണ്ടും വേറൊരു ചെറിയൊരു കുഞ്ഞു മരം ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ വളർന്നു വരുന്ന സംഭവമാണ് നിങ്ങൾ ഫസ്റ്റ് വിഷ്വലിൽ കണ്ടത്. പക്ഷേ നിങ്ങൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഒരു പാറക്കൂട്ടത്തിനിടയിൽ വളർന്നു നിൽക്കുന്ന ഒരു കുഞ്ഞു മരമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അതല്ല. കണ്ടില്ലേ? ശരിക്കും ഇത് ഒരു മരത്തിൻ്റെ ഇടയിൽ കല്ലുകൾക്കിടയിൽ നിന്ന് വളർന്നു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾ നിങ്ങൾ ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ നമ്മുടെ ഈ അഗസ്ത്യാർകൂടത്തിലേക്ക് കടന്നു പോകുന്ന വഴിയുള്ള ഈ പാറകളുണ്ടല്ലോ, ഈ പാറകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പായലുകൾ അതിമനോഹരമായിട്ടുള്ള പായലുകളാണ്. ഇത് ശരിക്കും നമ്മൾ ഈ ടെറേറിയത്തിലൊക്കെ അലങ്കരിക്കുന്ന ഒരു സംഭവമാണെന്നാണ് നമ്മുടെ ഈ ടെറേറിയം കലാകാരിയായിട്ടുള്ള നമ്മുടെ കൂടെ വന്ന ഷീ അവകാശപ്പെടുന്നത്. ഈ കാണുന്ന ഈ പായൽ ഇനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ കാണുന്നത്.
ഇത് വേറെയാണ്, ഇത് വേറെ ഏതോ ഒരു ഇനമാണ്. ഈ കാണുന്നത് വേറെ ഇനമാണ്. ഇതിപ്പോൾ കുഞ്ഞ് ചെറിയ കൂണുകൾ ഇതിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, ഒരു പാറ നിറയെ കൂണുകൾ പിടിച്ചിരിക്കുന്ന വിഷ്വൽസ് ഈ വഴിയേരിയിൽ നമുക്ക് കാണാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ആകുന്നുണ്ടായിരിക്കും, 2 കിലോമീറ്റർ. അപ്പോൾ അതിനിടയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഓരോ മൊമെൻറ്റ്സിലെത്തുമ്പോൾ നമ്മൾ തളർച്ച മാറ്റുന്നത് ഞാൻ ഈ കാണിച്ചു തന്ന എൻ്റെ ഈ പിറകിലുള്ള ഇതുപോലുള്ള മനോഹരമായ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മളെയൊക്കെ മനം മയക്കുന്ന ഈ കാഴ്ചകളാണ് മുകളിലേക്ക് കൂടുതൽ ആ മനോഹാരിതയിലേക്ക് പോകാനായിട്ട് നമുക്കൊരു ആഗ്രഹം തോന്നുന്നത്, നമുക്കതിനുള്ളൊരു ഫീൽ ഉണ്ടാകുന്നത് ഈ കാഴ്ചകൾ കാണുമ്പോഴാണ്. അപ്പോൾ ഈ ചെങ്കുത്തായി കണ്ടില്ലേ, ഈ പടികളും പടവുകളൊക്കെ കയറി നമ്മുടെ കാൽ വേദന എടുത്ത് മുട്ടൊക്കെ വേദന എടുത്ത്, അപ്പോൾ ഈ വേദനയൊക്കെ വകവയ്ക്കാതെ നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ആ ഭംഗികളാണ്. കണ്ടില്ലേ, കൂവിക്കോളൂ, കൂ. ഈ വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ ഇത്ര കഠിനമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ യാത്ര? എന്തോന്ന് അവർ കാണിച്ചു തന്നില്ലേ ഈ പങ്കപ്പാടുകൾ? ശരിക്കും ആ മരം ഏതാണ്? നമ്മുടെ നാട്ടിലൊന്നും ഇത്തരം വൃക്ഷങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരുവിധം നല്ല പീക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ ഈ മല കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ ശരിക്കും ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ എത്രയോ ബെറ്ററായിരിക്കും നിങ്ങൾ തന്നെ ആ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുന്നത്. അത്രയേറെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ഈ പറയിൽ കണ്ടില്ലേ, ഈ കോടമഞ്ഞ് ഇങ്ങനെ അടിച്ചു വരികയാണ്. പിന്നെ ഇത് കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാമോയെന്നറിയില്ല, നമ്മുടെ ഈ അഗസ്ത്യ പർവ്വതത്തിൻ്റെ ഈ പീക്കിലേക്ക് എത്തുമ്പോൾ മാത്രം നമുക്ക് കാണാൻ കഴിയുന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ ഹൈറ്റ് കുറഞ്ഞ പൂത്തുലഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള പല മരങ്ങൾക്കും
വളരെ ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 2 ആൾ അല്ലെങ്കിൽ 3 ആൾ പൊക്കത്തിലുള്ള, ഒരാൾ പൊക്കത്തിലുള്ള മരങ്ങളുമുണ്ട്. പക്ഷേ ഒരുപാട് വർഷം പഴക്കമുള്ള 100-150 വർഷം പഴക്കമുള്ള മരങ്ങളാണ് പലതും. ഓവർ ഹൈറ്റിനുള്ള ഒരു മരവും നമുക്കിനി ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ മരങ്ങളും ഈ പർവ്വതത്തിൽ അതാ കണ്ടില്ല. എൻ്റെ ഈ പറയിൽ കാണുന്നത് ഈ പൂത്ത് നിൽക്കുന്ന ഈ ഒരു മരം പോലും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങളുടെ പ്രായം ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ പൊക്കം കുറവാണ്. അത് ഈ കുള്ളൻ മരങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത് കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? അതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? കാട്ടിൽ കയറിയിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ശരിക്കും ഫീൽ ചെയ്ത് തന്നെ അറിയണം. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്തോറും കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അഗസ്ത്യ പർവ്വതത്തിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ പതിയിരിക്കുന്ന അപകടങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകൾ ഈ ആന ചവിട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ല, ഒരു ആനപ്പിണ്ടത്തിൻ്റെ അടുത്ത്, ആനകൾ വരുന്ന ഈ വഴിത്താരയ്ക്കടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളീ കടന്നു പോകുന്ന ഈ വഴിയെന്ന് പറയുന്നത് ശരിക്കും ഇതെല്ലാം ആനത്താരകളാണ്. ആനയുടെ സഞ്ചാര പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മുകളിലൂടെ കാണുന്ന കണ്ടില്ല, ഈ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ ആന സഞ്ചരിച്ച് വരാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം തോന്നില്ല, ഈ പറഞ്ഞ ഈ തൂക്കായി കിടക്കുന്ന വലിയ കുത്തനെയുള്ള ചരിവുകളിൽ, ഇടുങ്ങിയ വഴികളിൽ ആന സഞ്ചരിച്ചെത്തും. ഇതെൻ്റെ ഈ പിറയിൽ കാണുന്ന കണ്ടില്ലേ, ഈ ഇറകൾ കണ്ടില്ലേ, ഈ ഇറകൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ഇറകൾ തേടിയിട്ടാണ് ആനകൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചാൽ ഇവിടെ എല്ലാം നിറച്ച ആനപ്പിണ്ടങ്ങളുള്ളൊരു സ്ഥലമാണ്. ആനപ്പിണ്ടം എവിടെ നോക്കിയാലും ആനപ്പിണ്ടങ്ങൾ കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇവിടെ കണ്ടില്ലേ, ഇത് ഈ കാണുന്നതൊക്കെ ഈ ആനപ്പിണ്ടങ്ങളാണ്. ഈ കണ്ടില്ലേ, നിറയെ ആനപ്പിണ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. വഴിയരികിലൂടെ ഈ ആനകൾ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾ വിശ്വസിക്കാൻ വഴിയില്ല. എങ്കിലും ഇതാണ് അതിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഈ കാണിച്ചത് ഈ വഴികൾ, ഇത് ശരിക്കും ആനത്താരകളാണ്. കണ്ടില്ലേ, ഈ പാറക്കെട്ടുകളും ഈ ഇടുങ്ങിയ വഴികളും താണ്ടി ആനകൾ ഇതെല്ലാം തേടി വരാറുണ്ട്. അപ്പോൾ ആ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്.